ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമേ നമുക്ക് ഇറ്റലിക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഒരു പ്രശ്നം പുതിയതായിട്ട് ഉടലെടുത്തിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല, ഈ G7 സമ്മിറ്റ് നടന്നല്ലോ നമ്മുടെ ഫ്രാൻസിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ G7 സമ്മിറ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്നു പോയി, എല്ലാവരും പൊടിയും തട്ടിപ്പോയി. ഇപ്പോൾ ട്രംപ് പ്രത്യേകിച്ച് ജോർജിയ മെലോണിയെക്കുറിച്ച് പുള്ളിക്കാരിയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജോർജിയ മെലോണി എൻ്റെ പുറകെ നടന്നു, ബെഗ് ചെയ്തു ഒരു ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയാൻ പാടുണ്ടോ? എനിക്കറിയത്തില്ല. ട്രംപ് ഇങ്ങനെയൊക്കെയുള്ള വെട്ടിത്തരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ കിളിയെല്ലാം പോയിരിക്കുകയാണ്. അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോർജിയ മെലോണിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഷെയർ ചെയ്തൊരു ഫോട്ടോയുണ്ട്, മെലോഡി ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോ. അത് ഏതാണ്ട് മില്യൺ കണക്കിന് ആൾക്കാർ കണ്ട ഒരു പിക്ചറാണത്. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോർജിയ മെലോണി. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്ററാണ്. അവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലി ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോർജിയ മെലോണി തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇറ്റലിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തുവിടാൻ പാടില്ല. ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, അതേപോലെ രാജ്യങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ അത്തരത്തിലുള്ള വാല്യൂയോടുകൂടി കാണാൻ ശീലിക്കണം. അതായത് പ്രായം കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് എന്ത് വിവരക്കേടും പറയാം എന്നുള്ള രീതിയിൽ അതപ്പതിക്കരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം 21, 22 2 ദിവസങ്ങളായിട്ട് വാഷിങ്ടണിൽ വെച്ചിട്ട് ഇറ്റലിയുടെ പ്രതിനിധികളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഇറ്റലി റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി നേരെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ്റെ ഉള്ളിൽ അഫ്ഗാനിസ്ഥാൻ ISI സ്പോൺസേഡ് തീവ്രവാദികൾക്കെതിരെ, ഈ ISI എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇൻ്റലിജൻസിൻ്റെ സ്പോൺസർഷിപ്പോട് കൂടിയുള്ള തീവ്രവാദം അഫ്ഗാൻ ബോർഡറിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ രാത്രി ഓവർനൈറ്റ് അറ്റാക്കായിരുന്നു. എനിക്ക് അഫ്ഗാനിസ്ഥാനോട് പറയാനുള്ളത്, ഇവർ അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ബോർഡർ ഏരിയയിലൊന്നും നടത്തരുത്. ഇവർ അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ആർമിയുടെ കേന്ദ്രത്തിലോ ഒക്കെ ചെന്നാണ് നടത്തേണ്ടത്. അതാണ് ഉചിതം. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ടെലഗ്രാം 2-3 ദിവസത്തിന് മുമ്പ് ഇന്ത്യക്കുള്ളിൽ ബാൻ ചെയ്യുന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ അറിയിപ്പ് നൽകിയത്. അതിനെ തുടർന്ന് ടെലഗ്രാം ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൽ അവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. കേസ് ഫയൽ ചെയ്ത് ഇങ്ങനെ ഗവൺമെൻറ് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ എൻക്രിപ്റ്റഡ് ഡേറ്റ ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സഹകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ നിയമം അത് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ. അതിനെ തുടർന്ന് സുപ്രീം കോടതിയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇന്ത്യക്കുള്ളിൽ പല തീവ്രവാദ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ട രീതിയിലുള്ള ഡേറ്റ കൊടുത്തില്ല. ഒരു രാജ്യം സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഇവിടുത്തെ ആൾക്കാർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട്. ആ ഭീഷണിപ്പെടുത്തുന്ന തീവ്രവാദികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന ഈ ബാൻ അത് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി സംസാരിച്ചിട്ട് ഗവൺമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്പ് വീണ്ടും ഗവൺമെൻറ് പ്രവർത്തന സജ്ജമാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ടെലഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ആപ്പ് ഇന്ത്യക്കുള്ളിൽ അവർക്കുള്ള മാർക്കറ്റ് അവർ തന്നെ തൊലച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ജസ്റ്റ് ഒരു ബാൻ മാത്രമേ അറിയിച്ചുള്ളൂ. ഇപ്പോൾ അത് കോടതിയിലൂടെ ഓത്തറൈസ്ഡ് ബാൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ടെലഗ്രാം. ഇനി നമ്മളുടെ മെയിൻ വിഷയമായിട്ടുള്ള ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് വരാം. വെള്ളിയാഴ്ച രാവിലെ ഇറാനും അമേരിക്കയും ഖത്തറും പാകിസ്ഥാനും ഇത്തരത്തിലുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡിൽ എത്തണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇറാൻ അമേരിക്ക MOU അവിടെ വെച്ചൊരു ഫിസിക്കൽ മീറ്റിംഗ്, അതേപോലെ ഒരു ഫിസിക്കൽ ഡോക്യുമെൻറ്റ് സിഗ്നേച്ചർ, ഇതാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം ഇസ്രായേൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മേളിൽ അമേരിക്കയ്ക്ക് ഭയങ്കര ദേഷ്യം.
അമേരിക്കയും സ്വിറ്റ്സർലാൻഡിൽ എത്തിയില്ല. പക്ഷേ പാവപ്പെട്ട ഖത്തറിനെ ആരും വിളിച്ചറിയിച്ചില്ല. ഖത്തറിൻ്റെ പ്രതിനിധികൾ സ്വിറ്റ്സർലാൻഡിൽ പോയിരിക്കുകയാണ്. വിയന്നയിൽ പോയിരുന്നുകൊണ്ട് അമേരിക്ക വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ കോൾ, ഇവിടെ ഇറാന് ഫോൺ കോൾ, അങ്ങനെ ആരും എത്തിയില്ല. അപ്പോൾ ഖത്തർ അവസാനം ഇസ്രായേലിനെ വിളിച്ചു, നിങ്ങൾ ഈ ലെബനനിലുള്ള ആക്രമണം ഒന്ന് നിർത്തിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരു തരത്തിലും നിർത്തുന്ന പരിപാടിയില്ല. ഹിസ്ബുള്ളയ്ക്ക് മേളിൽ ഇന്നലെ ഓവർനൈറ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഹെസ്ബുള്ള തിരിച്ചടിക്കുകയുണ്ടായി. ഹെസ്ബുള്ളയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ലെബനാൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് ലൈനിൽ മൂവ് ചെയ്യുന്ന IDF സോൾജേഴ്സിനെതിരെ ഹെസ്ബുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. 4 ഇസ്രായേലിൻ്റെ ടാങ്കുകൾ അതുപോലെ തന്നെ 4 ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ അറ്റാക്കിൽ. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇത്താമിർ ബെൻ ഗിവർ, ഇസ്രായേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി വിങ് കൺട്രോൾ ചെയ്യുന്ന മിനിസ്റ്ററാണ് ഇത്താമിർ ബെൻ ഗിവർ, ശക്തമായിട്ടുള്ള രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനെ തുടർന്ന് അറ്റാക്ക് ലെബനൻ്റെ ഉള്ളിൽ താറുമാറായിട്ട് നടക്കുകയാണ്. തകൃതിയായിട്ടുള്ള അറ്റാക്കുകൾ, അതായത് 150 ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 150 ടാർഗറ്റുകൾ തൂത്തുപിറക്കി അട്ടി. ലെബനാനെ കത്തിച്ച് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്വീറ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റ് അബ്ബാസ് അരക്ചി എടുത്ത് റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് അബ്ബാസ് അരക്ചി? ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ. അമേരിക്കയുമായിട്ട് ഈ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അബ്ബാസ് അരക്ചി. അബ്ബാസ് അരക്ചി ആ ട്വീറ്റ്, ഇസ്രായേലിൻ്റെ ആ ട്വീറ്റ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ജനസൈഡ് ഇവർ പ്രോപ്പറായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ അഴിഞ്ഞാട്ടം ലെബനൻ്റെ ഉള്ളിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള MOU സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കാൻ പോകുന്ന ചർച്ചയ്ക്കോ പങ്കെടുക്കാൻ വരുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇതിന് തിരിച്ചടി കൊടുക്കാതെ വിടില്ല, ഞങ്ങൾ ഇസ്രായേലിൻ്റെ മേലുള്ള ആക്രമണം നടത്തും എന്നുള്ള പ്രഖ്യാപനവും കൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്ന പദ്ധതിയുമായിട്ട്, ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? അമേരിക്കയുടെ ആ MOU പൊളിച്ചടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ട്രംപ് ഉടനെ, ബിബി ഈസ് മൈ ക്ലോസസ്റ്റ്, ബിബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും, സോ ഞാൻ ഇസ്രായേലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഈ ലെബനാൻ യുദ്ധത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ ഇസ്രായേൽ കൂട്ടാക്കുന്നില്ല. ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇസ്രായേലിനെ സാറ്റിസ്ഫൈ ചെയ്യാതെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാതെ അമേരിക്കയ്ക്ക് മാത്രമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ഒരു മുന്നോട്ട് പോക്കില്ല. കാരണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്ക സംസാരിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ഭാഷയിലാണ്. ആ ഭാഷയ്ക്ക്, ആ ലാംഗ്വേജിലേക്ക് ഒരു വ്യത്യാസം ട്രംപ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Overnight, Hezbollah once again attacked IDF soldiers operating in southern Lebanon to protect Israeli civilians. We lost 4 of our soldiers. They were killed while protecting their country. Over the course of weeks, and including last night, Hezbollah has launched hundreds of explosive drones and rockets at Israeli civilians and soldiers. These attacks by Hezbollah are violations of the ceasefire. They prove that Hezbollah's goals remain the same: to remain on Israel's borders and to plan and carry out attacks on our civilians. This is not a reality we can accept, and this is exactly why the IDF continues to operate in southern Lebanon. Recent events have made one thing clear: IDF soldiers must stand between Hezbollah and Israeli civilians. We will not wait for the next attack to reach our homes. We will continue to remove immediate threats, respond to Hezbollah's violations, and do whatever is necessary to protect our civilians. Our mission remains the same: to ensure that Hezbollah cannot rebuild itself and pose a threat to our civilians. ട്രംപിൻ്റെ ആ ലാംഗ്വേജ് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് ഒറ്റ ലാംഗ്വേജ് മനസ്സിലാവുള്ളൂ. ആ ലാംഗ്വേജിലാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളുമായിട്ട് സംസാരിക്കേണ്ട ലാംഗ്വേജ് ഞങ്ങൾക്കറിയാം. കാരണം October 7 മസാക്കർ നടന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. തീവ്രവാദികളെ വർഷങ്ങളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളതാണ് മറുപടിയാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നെതന്യാഹുവിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം നെതന്യാഹുവിന് ഏതാണ്ട് 50% മെജോറിറ്റി അല്ലെങ്കിൽ പോപ്പുലാരിറ്റി മാത്രമേ ഇപ്പം നിലവിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളൂ. ട്രംപ് വെച്ച ഡീലാണെന്നുണ്ടെങ്കിൽ ഒരു പരാജയമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾ തന്നെ കരുതുന്നത്. പോരാഞ്ഞിട്ട് ട്രംപ് തന്നെ ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിറിയയെ വെച്ചിട്ട് പണിയെടുപ്പിക്കും എന്നുള്ള രീതിയിൽ ഇസ്രായേലിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞത്. ഇതെല്ലാം തന്നെ നെതന്യാഹുവിന് ദോഷം ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ നെതന്യാഹു അടുത്ത ഇലക്ഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ വാക്കും കേട്ട് ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട്
ഇസ്രായേൽ ഒരു പരാജയമായിട്ട് കരുതുന്ന ഈ യുദ്ധത്തിൻ്റെ കരാറുകളൊക്കെ എഗ്രി ചെയ്ത് ട്രംപിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹു പരാജയപ്പെടും ഇസ്രായേൽ അടുത്ത ഇലക്ഷനിൽ. അത് പരാജയപ്പെട്ട് പിന്നെ ഈ വരാൻ പോകുന്ന പുതിയ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിൻ്റെ മേലുള്ള കറപ്ഷൻ കേസൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയെടുത്ത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഉറപ്പാണ്. വരാൻ പോകുന്ന ഗവൺമെൻറ് ഇറാനുമായിട്ടും ലെബനാനുമായിട്ടും അതേപോലെ ഗാസയുമായിട്ടുമൊക്കെ സെയിം നിലപാട് തന്നെയായിരിക്കും. നെതന്യാഹു എന്ത് നിലപാടെടുത്തോ ആ നിലപാട് തന്നെയായിരിക്കും. കാരണം അത് ഇസ്രായേലിൻ്റെ നിലപാടാണ്. പക്ഷെ അതേസമയം നെതന്യാഹുവിന് ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹു ഏത് വിധേനയും അതിനെ തടയാൻ വേണ്ടിയിട്ടും ഈ വരുന്ന ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ടും ശക്തമായ രീതിയിൽ പൊരുതും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തീവ്രവാദികളെ എതിർക്കുക എന്നുള്ളത് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൻ്റെ ഭാവി പരിപാടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നെതന്യാഹു ഈ ട്രംപ് പറയുന്നത് പോലെ കേൾക്കില്ല. ചെറിയ രീതിയിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ആക്രമണം നിർത്താനുള്ള പരിപാടി ഒരിക്കലും നെതന്യാഹു അനുവദിക്കില്ല. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു പൂച്ചണ്ട് പരിപാടി അതൊന്നും ഇസ്രായേലിൻ്റെ അടുത്ത് നടക്കൂല. ഇസ്രായേൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം നടത്തി ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഉഡായിപ്പ് കരാറുകളൊക്കെ പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി തന്നെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഫെയിൽഡ് ഡീലാണ്, ആ ഫെയിൽഡ് ഡീല് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക് പൊരുതാൻ തയ്യാറെടുത്ത് മുന്നോട്ട് പോവാണ്. അമേരിക്ക വന്നാലും വന്നില്ലെങ്കിലും വി നെവർ മൈൻഡ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ മുഖം രക്ഷിക്കൽ പരിപാടി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാനുമായിട്ട് സൈൻ ചെയ്ത ഈ ഒരു 14 പോയിന്റ് പുറത്തു വന്നതോടുകൂടി ട്രംപിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും തകർന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിനിപ്പോൾ ലിൻസി ഗ്രഹാമിൻ്റെ അടുത്ത് വളരെ വിഷമത്തോടു കൂടി ട്രംപ് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ലിൻസി ഗ്രഹാം റിപ്പബ്ലിക്കൻ സെനറ്റർ കോൺഗ്രസ്മാൻ പുള്ളിക്കാരൻ ഇത്രയും നാളും ഇസ്രായേലിനോടൊപ്പം നിന്നിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യണം, അടിച്ചൊതുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ലിൻസി ഗ്രഹാമിൻ്റെ വാക്ക് പോലും കേൾക്കാതെയാണ് ട്രംപ് ഈ ഡീൽ സൈൻ ചെയ്തത്. എന്നാൽ ആ വിയോജിപ്പ് വരെ മറന്നിട്ട് ലിൻസി ഗ്രഹാം ഇപ്പോൾ ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് ട്രംപ് നല്ലൊരു ഡീലാണ് വെച്ചത്. ട്രംപിൻ്റെ ആഗ്രഹം ഇറാനെ മൊത്തത്തിൽ അവരുടെ തീവ്രവാദ നിലപാടിന് വേരോടെ പിഴുതെറിയണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് പൊരുതുന്നത്. ഇറ്റ് മീൻസ് ഈ ടെമ്പററി ഡീൽ ഈ MOU സൈൻ ചെയ്തതിലൂടെ ഇറാനെ പെർമനൻ്റ് ആയിട്ട് അവരുടെ തീവ്രവാദ സ്വഭാവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ട്രംപ് നടത്തിയത് എന്നുള്ള തരത്തിലൊക്കെ മെഴുകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ലിൻസി ഗ്രഹാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല. കാരണം ട്രംപിന് അത്രമാത്രം പോപ്പുലാരിറ്റി ഡിക്ലൈൻഡ് ആയിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ അടുത്ത് ഇനി സംസാരിച്ചൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇസ്രായേലിൻ്റെ മേളിൽ കൂടുതൽ പ്രഷർ ഇടേണ്ട, അവരുടെ വഴി നോക്കിക്കോട്ടെ എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. പക്ഷേ നിരന്തരം ഇറാൻ അവരുടെ സൈഡിൽ നിന്നും ഈ ഹിസ്ബുള്ളയുടെ മേളിൽ നടത്തുന്ന ആക്രമണത്തിനെക്കുറിച്ച് ആവർത്തിച്ച് അമേരിക്കയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നിൽക്കെ വെള്ളിയാഴ്ച നടത്താനിരുന്ന ആ സ്വിറ്റ്സർലാൻഡ് പ്രോഗ്രാം അത് ഖത്തർ കരഞ്ഞ് കാല് പിടിച്ച് ഇപ്പം ഇറാൻ്റെ ടീമുകളെയും അമേരിക്കയുടെ ടീമുകളെയും അവിടെ വരുത്തിയിരിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെറിയൊരു ഫോർമാലിറ്റി ടോക്ക് നടക്കുന്നുണ്ട്. ജെറദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫുമാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും അപ്പിയർ ആകുന്നത്. അതുപോലെ ഇപ്പുറത്ത് അബ്ബാസ് അരക്ചി ഉൾപ്പെടെ 2-3 പേര് അവിടെ പോയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ടോക്ക്. അതായത് ഇറാനും ഈ ഡീല് വളരെ അത്യാവശ്യമാണ്, അമേരിക്കയ്ക്കും ഈ ഡീല് വളരെ അത്യാവശ്യമാണ്. ഈ 2 പേരും ഡെസ്പറേറ്റ്ലി ഡീല് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ഡീൽ വെച്ച് മുന്നോട്ട് പോട്ടെ. പിന്നെ ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ കാര്യം ഇവർ എടുത്തെടുത്ത് പറയുന്നത് എങ്ങനെയെങ്കിലും ലെബനൻ്റെ മേൽ നടക്കുന്ന യുദ്ധം കൂടി ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടി ഒരു അവസാനമാവുമല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ സമ്മർദ്ദത്തിന് ഇസ്രായേൽ വഴങ്ങുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇസ്രായേൽ വഴങ്ങിയാലും വഴങ്ങിയില്ലെങ്കിലും ഈ ഡീലിൽ ഇവർ 2 പേരും മുന്നോട്ട് പോകും. അമേരിക്കയും ഇറാനും ഈ ഡീൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇസ്രായേലിൻ്റെ തീവ്രവാദത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അത് തുടരും. അത് ഇറാനെതിരെയും തുടരും, ലെബനനിലെ ഹിസ്ബുള്ളകൾക്കെതിരെയും തുടരും, അതേപോലെ ഗാസയിൽ ഹമാസിനെതിരെയും തുടരും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇതാണ് റിയാലിറ്റി. പാകിസ്ഥാനും ഖത്തറും തമ്മിൽ നടത്തിയ ചില ഇടപാടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.